സ്വവർഗ വിവാഹങ്ങൾ കൂദാശയായി ആശീർവദിക്കില്ല എന്ന സഭയുടെ പഠനങ്ങൾ നിലനിൽക്കെ സ്വവർഗ സഹവാസത്തിൽ ജീവിക്കുന്നവർ ദമ്പതികളെ പോലെ വന്ന് വിവാഹമെന്ന കൂദാശയിൽ ഉള്ളതുപോലെ തങ്ങളുടെ ബന്ധം ആശീർവദിക്കപ്പെടാൻ ആഗ്രഹിച്ചാൽ അവരെ ആശീർവദിക്കാമോ എന്ന കാര്യത്തിൽ നാളുകളായുള്ള വിവാദങ്ങൾക്ക് വ്യക്തത നൽകിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തോടെ വത്തിക്കാൻ വിശ്വാസ തിരുസംഘം പ്രസിദ്ധീകരിച്ച ഫിദൂസിയ സപ്ലിക്കൻസ് എന്ന പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ജർമ്മൻ സഭയിലും യൂറോപ്പിലെ ചില ഇടങ്ങളിലും സ്വവർഗ വിവാഹിതരെ പുരോഹിതന്മാർ ആശീർവദിച്ചിരുന്നതിന്റെയും അക്കാര്യത്തിൽ സഭ ഉടൻ തീരുമാനമെടുക്കണം എന്ന ജർമ്മൻ സഭയുടെ ശക്തമായ ആവശ്യങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് സഭ മാർഗനിർദ്ദേശം നൽകിയത്. വിവാഹത്തെക്കുറിച്ചുള്ള സഭയുടെ പരമ്പരാഗത പഠനങ്ങളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ സഭയുടെ സമീപനം കൂടുതൽ വിശാലമാക്കണം എന്ന മാർപ്പാപ്പയുടെ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആശീർവാദങ്ങളെക്കുറിച്ചുള്ള പുതിയ മാർഗനിർദ്ദേശ രേഖ വത്തിക്കാൻ പുറത്തിറക്കിയിരിക്കുന്നത്. ദൈവം എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും തേടുന്നവരെ അത് സ്വീകരിക്കും മുൻപ് വിശാലമായ ധാർമ്മിക വിശകലനത്തിന് വിധേയരാക്കേണ്ട ആവശ്യമില്ല. ആശീർവാദത്തിലൂടെ ദൈവസഹായം തേടുന്ന സാഹചര്യങ്ങളിൽ സഭയിൽ നിന്നും അവരെ അകറ്റരുത്. അനുഗ്രഹങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആരും ഒഴിവാക്കപ്പെടരുത്. സ്വവർഗ ദമ്പതികൾക്ക് ആരാധനാക്രമപരമായ ആശീർവാദമല്ല നൽകുന്നത്, സാധാരണ ആശീർവാദമാണ്. ഈ ആശീർവാദം ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം അവർക്ക് നൽകുന്നു. ദൈവത്തിലേക്ക് തിരിച്ചു വരാനും അപൂർണതകളിൽ നിന്നും കറകളിൽ നിന്നും മാറി സുവിശേഷത്തോടുള്ള വിശ്വസ്തത പാലിച്ച് ജീവിക്കാനും വേണ്ട യഥാർത്ഥ കൃപകൾ പ്രദാനം ചെയ്യാൻ ആശീർവാദം കാരണമായേക്കാം എന്നെല്ലാമാണ് സ്വവർഗ പങ്കാളികളെ ആശീർവദിക്കുന്നതിനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. സ്വവർഗ വിവാഹങ്ങൾ സഭയിൽ കൂദാശയായി നടത്തി കൊടുക്കില്ല എന്ന് തന്നെയാണ് സഭയുടെ എക്കാലത്തെയും നിലപാട്. എന്നാൽ ആശീർവാദം ചോദിച്ചു വരുന്ന ആരെയും ആശീർവദിക്കുന്നത് പോലെ സ്വവർഗാനുരാഗികളെയും ആശീർവദിക്കാം എന്ന നിലപാടാണ് സഭയ്ക്കുള്ളത് എന്ന ധ്വനിയാണ് വത്തിക്കാൻ ഇറക്കിയ മാർഗനിർദ്ദേശ രേഖയിൽ ഉള്ളത് എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഈ മാർഗനിർദ്ദേശ രേഖ വിവിധ ആശീർവാദങ്ങളെക്കുറിച്ചുള്ള മാർഗരേഖയാണെന്നും അതിൽ സ്വവർഗാനുരാഗികളായ വ്യക്തികളെ കൗദാശികപരമല്ലാതെ ആശീർവദിക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട് എന്നതൊഴിച്ചാൽ സ്വവർഗ വിവാഹത്തെ കൗദാശികമായോ അത്തരത്തിലുള്ള ഏതെങ്കിലും സൂചനകൾ നൽകിയോ ആശീർവദിക്കുന്നതിനെ അംഗീകരിക്കുന്നുമില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ഈ രേഖ പുറത്തുവരാനുള്ള സാഹചര്യം വളരെ വ്യക്തമാണെന്നും ജർമ്മൻ സഭയിൽ സ്വവർഗ സഹവാസത്തിൽ കഴിയുന്നവരെ പള്ളികളിൽ വെച്ച് ആശീർവദിച്ചു തുടങ്ങിയതാണ് സാഹചര്യമെന്നും അതിനാൽ സ്വവർഗ ആഭിമുഖ്യമുള്ളവരെ വ്യക്തിപരമായി ആശീർവദിക്കുന്നതിനേക്കാൾ ഉപരി സ്വവർഗ ബന്ധങ്ങളെ അഥവാ വിവാഹത്തെ കൗദാശികമല്ലാതെ മറ്റൊരു രീതിയിൽ ആശീർവദിക്കാം എന്നാണ് രേഖ പറയുന്നതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ സാധാരണ വിശ്വാസികളിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങളാണ് ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. സ്വവർഗാനുരാഗ സ്വഭാവമുള്ള ബലഹീനരായ വ്യക്തികളെയാണോ അതോ അവരുടെ പങ്കാളിയുമൊത്തുള്ള സഹവാസത്തെയാണോ ഇവിടെ സഭ ആശീർവദിക്കുന്നത്? സ്വവർഗ പങ്കാളികൾ ആശീർവാദത്തിനായി ഒരു വൈദികന്റെ അടുത്തു വന്നാൽ അവരുടെ പാപാവസ്ഥ തിരിച്ചറിയുന്ന വൈദികൻ അവരുടെ ആത്മരക്ഷ മുന്നിൽ കണ്ട് അവരുടെ പാപാവസ്ഥയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി പശ്ചാത്താപത്തിലേക്കും പാപസങ്കീർത്തനത്തിലേക്കും നയിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്? സ്വവർഗ പങ്കാളികളെ ഒന്നിച്ചു നിർത്തി അതേപടി ആശീർവദിച്ചു വിട്ടാൽ അവർ ഇപ്പോഴായിരിക്കുന്ന പാപാവസ്ഥയ്ക്ക് സഭ നൽകുന്ന അംഗീകാരമായി അവരും പൊതുസമൂഹവും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയില്ലേ? വിവാഹിതരായിരിക്കെ വിവാഹേതര ബന്ധത്തിൽ തുടരുന്ന ഒരു പുരുഷനും സ്ത്രീയും തങ്ങളുടെ അവസ്ഥ അറിയുന്ന വൈദികന്റെ അടുത്ത് ഒരുമിച്ച് വന്ന് ഞങ്ങളെ ആശീർവദിക്കണം എന്ന് പറഞ്ഞാൽ മുൻപ് സൂചിപ്പിച്ച ആശീർവാദം അവർക്കും കൊടുക്കാമോ? ആരെയും എന്തിനേയും ആശീർവദിക്കാം എന്ന് ഈ ആശീർവാദത്തെ വ്യാഖ്യാനിച്ചാൽ വ്യഭിചാരശാല തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതിന് സഭയുടെ ആശീർവാദം ആഗ്രഹിച്ചാൽ ഇത്തരം ആശീർവാദം നൽകുമോ? ഇവിടെ ഈ വാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് വേണ്ടത് വ്യക്തതയാണ്. സ്വവർഗ വിവാഹങ്ങളെ സഭയിൽ സ്വീകാര്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ആശീർവാദങ്ങൾ എന്ന് അവർ കരുതുന്നു. സഭയിൽ തിന്മയെ ആശീർവദിക്കുന്നത് കാണുമ്പോൾ കൗദാശികമോ അല്ലാതെയോ ആകട്ടെ അത് യുവജനങ്ങളിൽ വലിയ ഉതപ്പിനും ഇത്തരം തിന്മകളിലേക്ക് അവരെ നയിക്കാനും പ്രേരകമാകും. അതുവഴി സഭയുടെ ധാർമ്മിക ശക്തി ചോർന്നു പോകുമെന്നും അവർ വാദിക്കുന്നു.
ഒരു തിന്മയെ സഭയിൽ എങ്ങനെ സ്വീകാര്യമാക്കി കൊണ്ടുവരാമെന്ന് ഗവേഷണം ചെയ്യുന്നവരുടെ താളത്തിനൊത്താണോ സഭ തുള്ളേണ്ടത് എന്ന് വിശ്വാസ സമൂഹത്തിലെ ഒരു വിഭാഗം ചോദിക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരുടെ ആത്യന്തിക ലക്ഷ്യം ആശീർവാദമല്ല, സ്വവർഗ സഹവാസത്തിന് സഭയിൽ അംഗീകാരമുണ്ട് എന്ന തെറ്റായ ചിന്ത സൃഷ്ടിക്കലാണ്. ഈ ആശീർവാദം മ്ലേച്ഛതകളെ നോർമലൈസ് ചെയ്യാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ് എന്ന് അവർ പറയുന്നു. കത്തോലിക്ക സഭയിൽ മാരകമായ തിന്മകളെ റെഗുലറൈസ് ചെയ്ത് സാർവത്രികമാക്കുകയാണെന്ന ശക്തമായ വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇത് വെറും ആശീർവാദമാണ്, വിവാഹം എന്ന കൂദാശയല്ല എന്ന് വാദിക്കുമ്പോഴും രാജ്യത്തെ അനുവദനീയമായ നിയമത്തിലൂടെ സ്വവർഗ വിവാഹിതരാകുന്നവർക്ക് ആ ബന്ധത്തിന് പള്ളിയിൽ വെച്ച് ലഭിക്കുന്ന വൈദികന്റെ ആശീർവാദം അവരുടെ തെറ്റായ ബന്ധത്തിന് സഭ നൽകുന്ന അംഗീകാരം തന്നെയായി കരുതപ്പെടും. ജർമ്മൻ സഭയിൽ നിന്ന് ആരംഭിച്ച് ആഗോള സഭയിലേക്ക് വ്യാപിക്കുന്ന ഈ തിന്മയുടെ ആശീർവാദം സഭയ്ക്കുള്ളിൽ സാത്താന്റെ സ്വാധീനം പ്രബലപ്പെടുന്നതിന്റെ വ്യക്തമായ സൂചനയാണെന്നും വിശ്വാസ സമൂഹത്തിലെ വലിയൊരു വിഭാഗം കരുതുന്നു. സ്വവർഗ അനുരാഗവും സ്വവർഗഭോഗവും വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ അനുസരിച്ചും തിരുസഭയുടെ പഠനങ്ങൾ അനുസരിച്ചും ദൈവം വളരെ വെറുക്കുന്ന പാപമാണ്. ഒരു വിഭാഗം അത് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ ആ പാപത്തിന്റെ ഗൗരവം കുറയുന്നില്ല. അത്തരം പാപാവസ്ഥയിൽ തുടരുന്നവരോട് പശ്ചാത്തപിച്ച് തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുക എന്നതാണ് സഭയുടെ ചുമതല. അത് ചെയ്യാതെ അവർക്ക് വിശുദ്ധ കൂദാശ എന്ന നിലയിൽ ആശീർവാദം നൽകുന്നില്ല എന്ന ന്യായവും പറഞ്ഞ് സ്വവർഗ ദമ്പതികൾക്ക് ദേവാലയത്തിൽ വെച്ച് സാധാരണ ആശീർവാദം നൽകാൻ വൈദികർക്ക് അനുവാദം നൽകുന്നത് പോലും ആ മാരക തിന്മയെ പരോക്ഷമായി അംഗീകരിക്കൽ ആണ്. ഇത്തരം ഒരു അനുവാദം സഭയുടെ പഠനങ്ങളോ തിരുവചനങ്ങളോ ആയി ഒത്തുചേർന്ന് പോകുന്ന കാര്യമല്ല എന്ന് അവർ വാദിക്കുന്നു. വിശ്വാസികൾക്കുള്ളിൽ ഇടർച്ചയും ഇത്തരം പാപാവസ്ഥയിൽ കഴിയുന്നവർക്ക് മാരക പാപത്തിൽ തുടരാനുള്ള പ്രേരണയുമാണ് അത് നൽകുന്നതെന്ന സന്ദേഹം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. സഭ എന്നാൽ ദൈവജനമാണ്. അതിനാൽ തന്നെ ഇക്കാര്യങ്ങളിൽ സഭ വ്യക്തത വരുത്തുമെന്ന് കരുതാം. ബെനഡിക്ട് പാപ്പ പറഞ്ഞതുപോലെ സാത്താന്റെ പുക സഭയിൽ ഉയരാതിരിക്കാൻ വിശ്വാസികൾ പ്രാർത്ഥന ഉയർത്തേണ്ട സമയം കൂടിയാണ് ഇത്.